ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ മസാല ദോശയുടെ റെസിപ്പി നോക്കിയാലോ. വീട്ടിൽ പച്ചക്കറി ആഴ്ചയിൽ മേടിക്കുന്ന ടൈമിൽ നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റം ആട്ടോ മസാല ദോശ. കടയിൽ നിന്ന് മേടിക്കുന്ന അത്ര പെർഫെക്ഷൻ ഒന്നുമില്ല, പക്ഷെ നമുക്ക് 5 മിനിറ്റിലൊക്കെ ഈ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കിട്ടില്ല മസാല ദോശ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഉള്ളി മസാല ചെയ്ത് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് ക്യാരറ്റ്, ബീട്രൂട്ട്, കിഴങ്ങ് ഇത് കുക്കറിലിട്ട് നന്നായി വേവിച്ച് ഉടച്ച് നമ്മൾ ആ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മസാല നന്നായി ഉടഞ്ഞ് കിട്ടണേ, എന്നാലേ ആ മസാല ദോശയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പാൻ ചൂടാക്കി ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് നമ്മുടെ ദോശമാവ് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ വെന്ത് നമ്മുടെ ദോശ ഒന്ന് മുരിഞ്ഞിട്ടണേ, എന്നാലുള്ള നമ്മുടെ മസാല ദോശ ഒന്നുകൂടി ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. ആവശ്യത്തിനുള്ള നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നീട് നമ്മൾ മസാല ആഡ് ചെയ്യാം കേട്ടോ. മസാല ആഡ് ചെയ്തിട്ട് നമ്മൾ ദോശ ഒന്ന് മടക്കിയെടുക്കുകയാണ്. എങ്ങനെ വേണമെങ്കിലും മടക്കിയെടുക്കാം. ഞാൻ പെട്ടെന്ന് റൗണ്ടാക്കിയൊന്ന് എടുത്തിട്ടോ. അങ്ങനെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചൂടോട് കൂടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങാ ചട്നിയും കൂട്ടി കഴിക്കുക കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് ആഹാ അടിപൊളിയാണ്. ആ ചൂട് മാറിക്കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.